Welcome back to XYLEM Learning. Welcome back to our English class. So, it's me, Anvara from XYLEM Learning. Already, formality. Anyway, once again, I am welcoming you to our class. Okay, okay. So, in the English textbook, first chapter, the best Christmas present in the world. In the chapter, live sharp time the live class people are coming, people are joining. നിങ്ങൾ കൂട്ടുകാരൊക്കെ ജോയിൻ ചെയ്ത് തുടങ്ങുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ചായയൊക്കെ കുടിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എല്ലാവരും വരട്ടെ, റിലാക്സ് ചെയ്തിട്ട് വരട്ടെ അല്ലേ. അപ്പം നമുക്ക് 2 സെക്കൻഡ് നമുക്ക് ജസ്റ്റ് വി ക്യാൻ ഇൻട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ ഇത് ആരും എൻ്റെ അടുത്ത് ഇവിടെ ഹലോ എന്ന് പറയുന്നുണ്ട്. യെസ് ഹലോ ഡാർലിംഗ്, ഹൗ ആർ യു? ഞാൻ തിരിച്ചും ചോദിക്കട്ടെ. സുഖമായിട്ടിരിക്കുന്നു. സിദ്രയാണെന്ന് തോന്നുന്നു. സിദ്രയുടെ പേരാണ് എനിക്ക് ഇവിടെ കാണുന്നത്. യെസ് സിദ്ര, ടെൽ മീ ഹൗ ആർ യു? എന്താണ് സിദ്ര, സുഖമായിട്ടിരിക്കുന്നു? യെസ്, അടിപൊളിയാണോ? സ്കൂളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? യെസ്, അടിപൊളിയായിട്ട്. അപ്പോൾ സ്കൂളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം ഒക്കെ തുടങ്ങാനായി. നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാം എന്താണ്? നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷിൽ പറയാനുള്ള യെസ് ഇറ്റ് ഈസ് അറ്റ് ദ ഡോർ എന്നൊക്കെ പറയാറുണ്ട്. അതായത് വാതിക്കലെത്തിയില്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാം ഒക്കെ എന്താണ് ഇങ്ങനെ എത്തിക്കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് എന്താണ് നമ്മുടെ സ്റ്റഡീസ് വളരെ സീരിയസ് ആയിട്ടുള്ള കട്ട പുകയല്ല, എന്താ പറയുക, കട്ട സീരിയസ് ആയിട്ട്, കട്ട പുകയല്ല അല്ലേ, കട്ട സീരിയസ് ആയിട്ട് നമ്മളെ പഠിത്തമൊക്കെ എന്താണ് തുടങ്ങേണ്ട ഒരു സമയമായി കഴിഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദ ബെസ്റ്റ് ക്രിസ്മസ് പ്രസന്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ എന്താണ് ഒത്തിരി ആവശ്യത്തോടു കൂടി എന്താണ് നമുക്കിന്ന് അങ്ങ് തുടങ്ങിയല്ലേ. എന്താണ് അമ്പാനെ, എന്താണ് നമുക്കങ്ങ് തുടങ്ങിയാലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കൂ, എല്ലാവരും ശ്രദ്ധിക്കണം. എന്താണ് ഓണാവാത്തത്? ഓണാക്കട്ടെ ഞാൻ അമ്പാനെ പോലെ. വെടിവെക്കട്ടെ. അമ്പാൻ്റെ കയ്യിൽ തോക്കാണ്, പക്ഷേ എൻ്റെ കയ്യിൽ എന്താണ് ചീർപ്പാണത്, വേറെ കാര്യം. ഓക്കെ, എനിവേ എന്താണ്, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ദ ബെസ്റ്റ് ക്രിസ്മസ് പ്രസന്റ് എന്ന് പറയുന്ന മൈക്കൽ മോപ്പുർഗയുടെ വളരെ പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ. യെസ്, നമുക്ക് ഭയങ്കര എന്താ പറയുക, ചില ചാപ്റ്റേഴ്സ് വായിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ തോന്നും അല്ലേ. അതേപോലെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അതെന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് നമ്മളെന്ത് ഇങ്ങനെ ടച്ച് ചെയ്യും, നമ്മുടെ ഹാർട്ടിൽ ക്ലോസ് ടു അവർ ഹാർട്ടിലെ ചില ചാപ്റ്റർ പഠിച്ചാൽ ഇറ്റ് വിൽ ബി എന്താണ് വെരി അവർ എന്താണ് ക്ലോസ് ടു അവർ ഹാർട്ടിലെ നമ്മുടെ ഹാർട്ടായിട്ട് എന്തെങ്കിലും ഭയങ്കര ക്ലോസ് ആയിട്ടൊക്കെ തോന്നും. നമുക്ക് ഭയങ്കര ചില സിനിമ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യും, ചില വിഷമമൊക്കെ വരും. അതേപോലെ നമ്മളായിട്ട് ഭയങ്കര എന്താ പറയുക ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നൊരു പാഠമാണ് ഏത് ദ ബെസ്റ്റ് ക്രിസ്മസ് പ്രസന്റ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസ് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് ആക്ച്വലി വാട്ട് ഈസ് പ്രസന്റ് ഹിയർ. എന്താണ് ഈ പാഠത്തിലെ പ്രസന്റ് എന്നുള്ളത്, എന്തുകൊണ്ടാണ് ഈ പ്രസന്റിനെ ദ ബെസ്റ്റ് ക്രിസ്മസ് പ്രസന്റ് ഇൻ ദ വേൾഡ്, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രസന്റ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഒരു ഗിഫ്റ്റിന് അങ്ങനെ പറയുന്നത് അല്ലേ? കാരണം എന്താണ്, അവിടെ സംതിങ് എന്താണ്, എന്തൊരു വാല്യൂ ഉണ്ട്. വാല്യൂ ഷുഡ് ബി ദ അല്ലേ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം എന്നെ ചോദിച്ചാൽ എന്താണ് എൻ്റെ ബെസ്റ്റ് പ്രസൻറ്റ് എന്ന് ചോദിച്ചാൽ ഐ ക്യാൻ സേ ദാറ്റ് എന്താണ് ഫസ്റ്റ് മൈ ഹെൽത്ത് ഐ ക്യാൻ സേ, സെക്കൻഡ് ഐ വുഡ് സേ ദാറ്റ് മൈ ഫാമിലി അല്ലേ, നമ്മുടെ ഫാമിലി. ദെൻ എന്താണ് അതിപ്പോൾ നമുക്ക് വളരെ എന്താ പറയുക വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് ഗിഫ്റ്റ്സ് എന്തുണ്ട് നമ്മളെല്ലാവരുടെ ലൈഫിൽ എന്തുണ്ട്, ഒത്തിരി ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്താണ് നമ്മളും പഠിക്കാൻ പോവാണ് ഏതോ ഒരാളെ, നിങ്ങളെ എൻ്റെ ഒന്നുമില്ല, നമ്മളെപ്പോലെ ഏതോ ഒരാൾക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്താണ് ഈ പാഠത്തിൽ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കണം ആർക്കാണ് ആ വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് എന്നുള്ളത്. നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഒത്തിരി എന്ത് ചെയ്യണം, we have to go back. We should എന്താണ് glimpse into the past അല്ലേ. നമ്മുടെ തേർഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട് എന്താണ് glimpse to the past എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ നമ്മളും എന്ത് വേണം, we had to look back അല്ലേ. നമുക്ക് എന്ത് വേണം, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, we had to turn our pages back അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ബിഫോർ യു റീഡ്, നിങ്ങൾ വായിക്കുന്നതിന് മുൻപ് there are some dates or periods of time in the history of the world that are so significant that everyone knows and remembers them. The story you will read mentions one such date and event, a war between the British and the German in 1914. Can you guess which war it was? So ഇവിടെ നോക്കുക, there are some dates or periods of time in the history of the world that are so significant that everyone knows and remembers them. നമുക്കറിയാം നമ്മുടെ ലോകത്തിലെ നമ്മുടെ വേൾഡ് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഇന്ത്യക്കാരെന്നല്ല, ത്രൂ ഔട്ട് നമ്മൾ എന്താണ് മനുഷ്യരും ഓർത്ത് വെക്കുന്ന, ലോകത്ത് ഏതൊരാളും ഓർത്ത് വെക്കുന്ന ചില ഡേറ്റ്സ്, ചില തീയതികൾ ഉണ്ടാകും അല്ലേ. ഇവിടെ നോക്കുക, ദി സ്റ്റോറി യു വിൽ റീഡ് മെൻഷൻസ് വൺ സച്ച് ഡേറ്റ് ആൻഡ് ഈവൻ. ഈ ഒരു കഥയിൽ അത്തരത്തിലുള്ള ഒരു ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ പോകുന്നുണ്ട്.
ക്യാൻ യു ഗെസ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് എവിടെയാണ്? ജർമ്മനി ആൻഡ് ബ്രിട്ടീഷ് ഫസ്റ്റ് വേൾഡ് വാർ 1914 അല്ലേ, 1914 ജർമ്മനിയും അതേപോലെ എന്താണ് ബ്രിട്ടീഷ് അന്നത്തെ ആ ഒരു വേൾഡ് വാറിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിലെ ആ യുദ്ധത്തിന്റെ ഇടയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവം. അപ്പൊ യുദ്ധം എന്ന് പറയുന്നത് ഒട്ടും മനോഹരമല്ല. പക്ഷെ ഞാൻ എന്താ പറഞ്ഞത്? യുദ്ധത്തിനിടയിലുള്ള മനോഹരമായിട്ടുള്ള സംഭവം. രണ്ടും ഭയങ്കര വിരോധാഭാസമായി തോന്നൂലേ നമുക്ക്? ഭയങ്കര എന്താ പറയാ, ഒരു സെറ്റൈറിക് ആയിട്ട് നമുക്ക് തോന്നും അല്ലേ? തീർച്ചയായിട്ടും നോക്കാം നമുക്ക് എങ്ങനെയാണ് യുദ്ധത്തിൻ്റെ ഇടയിൽ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ലെറ്റ്സ് സീ. ഇവിടെ നോക്കാം. അതിനു മുൻപ് നമുക്ക് എന്തുണ്ട്, ഇവിടെ ഒത്തിരി ഡേറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ? ഡു യു നോ വിച്ച് ഇവന്റ്സ് ദ ഡേറ്റ്സ് ബിലോ റെഫർ ടു? 1st July 1776 we know that America got independence അല്ലേ? നമുക്കറിയാം ഏതാണ് 4th July 1776 അല്ലേ? അമേരിക്കക്ക് എന്താണ് അവര് independence ലഭിച്ചത്. They declared the independence on this day. Then it is 1940 to 1918 we know it is the time of World War, right? Next one it is 6th August and 1945 നമുക്കറിയാം ഹിരോഷിമ ഡേ ആണ്. 17 December 1903, 12 April 1961 നോക്കൂ, 30 January 1948, 20 July 1969. ഓക്കെ, നോക്കൂ ഇവിടെ 17 December നമുക്കറിയാം എന്താണ് റൈറ്റ് ബ്രദേഴ്സ് അവര് ഫ്ലൈറ്റ് എന്താണെന്ന് ആദ്യമായിട്ട് പറപ്പിച്ച ദിവസം. റൈറ്റ് ബ്രദേഴ്സ് അവരെ ഫ്ലൈറ്റ് എന്താണ് പറപ്പിച്ച ദിവസമാണ് ഏത്? ഈ പറയുന്ന 17 December 1903. നെക്സ്റ്റ് വൺ 6th August. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏറ്റവും നമ്മൾ വേൾഡ് ഹിസ്റ്ററി എന്താണ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ട്രാജിക് ആയിട്ടുള്ള അതിപ്പോൾ ലോകത്ത് എന്തൊക്കെ ഉണ്ടായാലും എന്താണ് ഏറ്റവും ട്രാജിക് ആയിട്ടുള്ള ഒരു കരിദിനം, ഒരു ബ്ലാക്ക് ഡേ ആണ് ഏത്? 6th August ഹിരോഷിമ ഡേ ആണെന്ന്. നമ്മളെപ്പോലെ നിങ്ങളെപ്പോലെ ചെറിയ എന്താ നിങ്ങളൊക്കെ കുഞ്ഞു അനിയത്തിമാരെ പോലെ അനിയന്മാരെ പോലെ ഒത്തിരി കുഞ്ഞുങ്ങളടക്കം എന്താണ് മരിച്ചുപോയല്ലേ? എന്താണ് ആ ഒരു ദിവസം അല്ലേ? എത്ര മില്യൺ കണക്കിന് ആളുകൾ എന്ത് ചെയ്തു? മരിച്ചു പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഇറ്റ് ഈസ് 30 January 1948. ഓക്കെ, നമുക്കറിയാം എന്താണ് ഗാന്ധിജി എന്ന എന്ത് ചെയ്യണം ടിഷ്യൂ വെടിവെച്ച് അല്ലെ, അദ്ദേഹം എന്താ രക്തസാക്ഷിയായിട്ടുള്ള ദിവസമാണ് 13 January 1948. നെക്സ്റ്റ് രണ്ട് ഡേറ്റ്സ് ഉണ്ട്. വൺ ഈസ് എന്താണ് അപ്പോളോ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. അനദർ വൺ എന്താണ് യൂറി ഗഗാരിനിലെ നമ്മുടെ ഫസ്റ്റ് ഹ്യൂമൻ സ്പേസ് അല്ലേ എന്താണ് ഫ്ലൈറ്റ് നടന്നിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. അപ്പോൾ എന്താണ് ഇതൊക്കെ ഹിസ്റ്ററിയിൽ നമ്മൾ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത്, ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു ഹിസ്റ്റോറിക്കൽ ഒരു ചരിത്രം രചിച്ച തീയതികളാണ് ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പം ഇതൊക്കെ എന്താണ് ഒരു ഇൻട്രോ പാർട്ടാണ് അല്ലേ? ഈ ഇൻട്രോ പാർട്ട് കംപ്ലീറ്റ് നമ്മളെ കൊണ്ടുപോകുന്നത് പാസ്റ്റിലേക്കാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മളെ പാഠം തുടങ്ങുമ്പോൾ ഇത്തരത്തിൽ നമ്മളെ പാസ്റ്റിലേക്ക് ഒന്ന് കണക്ട് ചെയ്തത്? നമ്മൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു അല്ലേ? നിങ്ങൾക്ക് ന്യൂ ജനറേഷനാണ്. ഈ ന്യൂ ജനറേഷൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ചാപ്റ്റർ എന്തുകൊണ്ടായിരിക്കും നമുക്ക് പ്രിഫർ ചെയ്തത്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ചാപ്റ്റർ നമ്മളെ കണക്ട് ചെയ്തത്? സോ എന്താണ് അതിലെന്തുണ്ടാകാം? സംതിങ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എന്താണ് അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു മെസ്സേജ് ഓബ്വിയസ്ലി ഇറ്റ് വുഡ് ബി ദ. സോ ഇത്രയും നേരം നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? ഹിസ്റ്റോറിക് ബേസ്ഡ് ആണ്. അപ്പം ഇനി നമ്മൾ എന്താണ് അമ്പാനെ ശ്രദ്ധിക്കാൻ പറ എല്ലാവരോടും. ഓക്കെ, അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ ക്ലാസ് നമ്മൾ തുടങ്ങാൻ പോവാ. ശരി അമ്പാൻ, എന്ന് തുടങ്ങാം അല്ലേ? ശരിയണ്ണ, നമുക്ക് തുടങ്ങാം. So shall we start? നമുക്ക് തുടങ്ങാം അല്ലേ? യെസ്. ഓക്കെ, ഇവിടെ നോക്ക്. ഐ സ്പോട്ടഡ്. ഇവിടെ ആക്ച്വലി നമുക്കറിയാം നമ്മുടെ നറേറ്റർ, നമ്മുടെ റൈറ്റർ, നമ്മുടെ എഴുത്തുകാരനാണ് എന്ത് ചെയ്തത്? നമ്മളോട് ഈ കഥ പറയുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഒരു വിഷയം ഭംഗിയായിട്ട് പറയാൻ പറ്റാം അത് അനുഭവിച്ച ആൾക്കാണല്ലേ? തീർച്ചയായിട്ടും ഇവിടെ ഈ കഥ ഏറ്റവും ഭംഗിയായിട്ട് പറയുന്നത് അദ്ദേഹത്തിന് കഴിയുള്ളൂ. ഏറ്റവും ഭംഗിയായിട്ട് പറയാൻ നമ്മുടെ എഴുത്തുകാരനെ മാത്രമാണ് എന്ത് ചെയ്യുക സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കഥ തുടങ്ങുന്നത് എങ്ങനെയാടാ? ഐ സ്പോട്ടഡ്, ഞാൻ കണ്ടു, ഞാൻ ശ്രദ്ധിച്ചു, ഞാനൊന്ന് ശ്രദ്ധിച്ചു. ഐ സ്പോട്ടഡ് ഇറ്റ് ഇൻ എ ജങ്ക് ഷോപ്പ് ഇൻ ബ്രിഡ്പോർട്ട്. എവിടെയാണ് ഈ പറയുന്ന കഥ തുടങ്ങുന്നത്? അങ്ങ് ബ്രിഡ്പോർട്ടിലാണ്. അങ്ങ് ബ്രിഡ്പോർട്ടിലെ ഒരു പഴയ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ജങ്ക് ഷോപ്പിലാണ്, പഴയ സാധനങ്ങൾ വിൽക്കുന്ന അല്ലേ ഒരു ജങ്ക് ഷോപ്പിൽ വെച്ചിട്ട് നമ്മുടെ എഴുത്തുകാരൻ എന്ത് ചെയ്യാണ്? എന്തോ ഒരു വസ്തു എന്ത് ചെയ്തു? ഹി നോട്ടീസ്, ഹി സ്പോട്ടഡ് അല്ലേ? ആദ്യം എന്ത് സ്പോട്ട് ചെയ്തു? എ റോൾ ടോപ്പ് ഡെസ്ക്. ആൻഡ് വാട്ട് വാസ് ദാറ്റ്? ഇറ്റ് വാസ് എ റോൾ ടോപ്പ് ഡെസ്ക് അല്ലേ? അതെന്തായിരുന്നു? ഒരു റോൾ ടോപ്പ് ഡെസ്ക് ആയിരുന്നു. ദ മാൻ സെറ്റ് ഇറ്റ് വാസ് ഏർലി 19th century ആൻഡ് ഓക്ക് കൊണ്ടുണ്ടാക്കിയതായിരുന്നു അത്. അത് ഏകദേശം എത്ര പഴക്കമുണ്ട്? 19ാം നൂറ്റാണ്ടിലുള്ളതാണ്. നമ്മളൊക്കെ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നതാണ് അല്ലേ? സോ ഇതെന്താണ്? 19ാം നൂറ്റാണ്ടിലുള്ളതാണ്, ഓക്ക് കൊണ്ടുണ്ടാക്കിയതാണ്.
I had wanted one. The writer, he needed one. അദ്ദേഹത്തിന് എന്ത് വേണമായിരുന്നു? ഒരു roll top desk he wanted, but they were far too expensive. But എന്തായിരുന്നു? ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ബാക്കിയുള്ളതൊക്കെ നോക്കുന്ന സമയത്ത്. റൈറ്റർ എനിക്ക് തോന്നുന്നു നമ്മളെ മാതിരി എന്താണ് കാണാൻ കുറച്ച് ലുക്ക് മാത്രമേ ഉള്ളൂ തോന്നുന്നു. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന പോലെ എന്താണ് കയ്യിൽ 5 കാശില്ലെങ്കിലും ഗൂഗിൾ പേയിൽ 5 കാശില്ലെങ്കിലും എന്താ ചിന്തകൾ എന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? രാത്രി എങ്കിൽ പോകുന്നു, ചിക്കൻ അടിക്കുന്നു, ഷവായി അടിക്കുന്നു, അതേപോലെയാണ് തോന്നുന്നത്. സോ എന്താ അദ്ദേഹം പറയുന്നത്? ബാക്കി ഷോപ്പിൽ കണ്ടിട്ടുള്ള എല്ലാ roll top desk എന്താണ്? Those were too expensive എന്നാണ് അദ്ദേഹം പറയുന്നത്. This was one in a bad condition. The roll top in several pieces, one leg clumsily mended, scorch marks all down one side. It was going for very little money. So he found one. അദ്ദേഹം എന്ത് ചെയ്തു? ഒന്ന് കണ്ടല്ലേ, ഒന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി സംഭവം എന്താണ്? ഒന്ന് വികലാംഗരാണ്. ഒരു കാല് എന്ത് ചെയ്തിട്ടുണ്ട്? നൈസായിട്ട് പൊട്ടിയിട്ടുണ്ട്. ആ കാല് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പശയൊക്കെ തേച്ച് ഫെവിഗ്ലൂ ഒക്കെ തേച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മേളിൽ സ്കോച്ച് മാർക്സ് ആണ്. എന്താണ്? തീ കത്തിയ കരി പിടിച്ച് എന്തുണ്ട്? തീ കത്തിയ അടയാളം അതിലുണ്ട്. അപ്പോൾ പുള്ളി ചിന്തിച്ചു തൽക്കാലം എന്ത് ചെയ്യാം, ഇതിങ്ങ് വാങ്ങാം, ഇത്തിരി കാശിന് എന്ത് ചെയ്യും, സാധനം ഇങ്ങ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം, വീട്ടിൽ കൊണ്ടുപോയി എനിക്കിതിന് എന്ത് ചെയ്യാം, ഐ ക്യാൻ റിപ്പയർ ഇറ്റ്, എനിക്ക് എന്ത് ചെയ്യാം, നന്നാക്കി ഉപയോഗിച്ച പോരെ. പുള്ളി സ്മാർട്ടാണ്. ഐ തോട്ട് ഐ കുഡ് റീസ്റ്റോർ ഇറ്റ്. ആ പുള്ളി വാസ് വെരി കോൺഫിഡൻറ്റ്. പുള്ളി എന്താ ചിന്തിക്കുന്നത്? എനിക്ക് നന്നാക്കാൻ മാത്രമേ ഉള്ളൂ. ഇറ്റ് വുഡ് ബി എ റിസ്ക്, എ ചാലഞ്ച്. എന്താ പറയുന്നത്? സംഭവം റിസ്ക് ആണ്, പക്ഷെ ചലഞ്ചിങ് ആണ്. ബട്ട് ഐ ഹാഡ് ടു ഹാവ് ഇറ്റ്. ഐ paid the man and brought it back to my workroom at the back of the garage. I began work on it on Christmas Eve. See, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? നല്ല മനുഷ്യൻ അത് വാങ്ങി, അദ്ദേഹം അത് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഗാരേജിൽ അങ്ങ് ഇട്ടു. ഇറ്റ് വാസ് എ ക്രിസ്മസ് ഈവ്. അതെന്തായിരുന്നു? ഒരു ക്രിസ്മസ് ദിവസത്തിന്റെ തലേ ദിവസമായിരുന്നു. ഇറ്റ് വാസ് എ ക്രിസ്മസ് ഈവ് അല്ലേ? ഒരു ക്രിസ്മസിന്റെ തലേ ദിവസമായിരുന്നു. Now I removed the roll top completely and pulled out the tires. The veneer had lifted almost everywhere. I removed the roll top completely and pulled out the tires. The veneer had lifted almost everywhere. എന്താ അവിടെ പറയുന്നത്? ആക്ച്വലി ഞാൻ എന്ത് ചെയ്തു? അതിന് മേലെയുള്ള കംപ്ലീറ്റ് ആ വെനീർ പറഞ്ഞതിന് മേലുള്ളതാ ഇവിടെ കൊട്ടിച്ചിട്ടുണ്ട്. ഈ പ്ലൈവുഡിന് മേലെ സൽക്കാരം ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അടുത്ത് കാണിച്ചു തരാൻ പറ്റൂല. പിന്നെ എന്ത് ചെയ്യേണ്ടി, ഞാൻ അതിലുള്ള കാശ് അവിടെ പോയി കൊടുക്കേണ്ടി വരും. അത് വേറെ കാര്യം. സോ നമ്മുടെ എന്താണ് പ്ലൈവുഡ് ഉണ്ടാവുമല്ലോ, ഒരു ഷീറ്റ്, അതൊക്കെ എന്ത് ചെയ്തു? ഞാനങ്ങ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ പോയിട്ടുണ്ട്. ഏകദേശമൊക്കെ എന്ത് ചെയ്താണ്? അതിന് പോയിട്ടുണ്ട്. It looked like water damage to me. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ആക്ച്വലി ഐ ഫെൽറ്റ് ദാറ്റ് എനിക്ക് തോന്നി എന്താണ്, അത് ഒരുപാട് നനഞ്ഞിട്ടുണ്ട്. നനഞ്ഞ് എന്താണ്, അത് പൊതിർന്നിട്ടുണ്ട്. അങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സാധനം ഒത്തിരി നശിച്ചു പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. Both fire and water had clearly taken their toll on this test. അപ്പോൾ വെള്ളം അതേപോലെ എന്താണ്, തീയും ആവശ്യത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ റോൾ ടോപ്പ് ഡെസ്കിനെ പരിപ്പാക്കിയിട്ടുണ്ട്. രണ്ടും കൂടി എന്താണ്, നൈസായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. The last drawer was stuck fast. So when I was pulling the drawers, the last drawer, it was stuck fast. I tried all I could to ease it out gently. So I was dragging the drawers, but the last one, it was not coming out. And I gave my full strength, but still it was not coming out. In the end, I used brute force. Brute force എന്ന് പറയുന്നത് എത്രത്തോളം ശക്തി എനിക്ക് കൊടുക്കാൻ പറ്റുമോ, that much ശക്തി I am giving. Okay, so that was brute force. At last എനിക്ക് വാശി എന്താണ്, വന്നേ പറ്റും, വരാൻ മനസ്സില്ലേ, എന്ത് എനിക്ക് ആ ഷെൽഫ് വലിച്ച് പൊട്ടിച്ചേ പറ്റൂ. And he gave his brute force. Okay, now I struck it sharply with the side of my fist and the door flew open to reveal a shallow space underneath. A secret door. വെറുതെ അല്ല കൊച്ചുകള്ള ആ ഷെൽഫ് തുറക്കാഞ്ഞത്. ഷെൽഫിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഞാൻ കഷ്ടപ്പെട്ട് വലിച്ചു തുറന്നപ്പോൾ എന്തുണ്ട്? ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു സീക്രട്ട് റൂം ഉണ്ട്. There was something in there. അവിടെ എന്താണ്? Something was there. അതിൽ എന്തോ ഒന്നുണ്ടായിരുന്നു. I reached in and took out a small black tin box. Okay, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആക്ച്വലി എന്താ ഉള്ളത്? ഒരു കറുത്തൊരു ടിൻ ബോക്സ് ആണുള്ളത്. ഒരു ബ്ലാക്ക് ടിൻ ബോക്സ് ആണുള്ളത്. അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഒരു ബ്ലാക്ക് ടിൻ ബോക്സ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത് അല്ലേ. സെലോടേപ്ഡ് ടു ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് എ പീസ് ഓഫ് ലൈൻ നോട്ട് പേപ്പർ. അതിൻ്റെ മേലെ എന്താ ഉള്ളത്? ഞാനത് തുറന്നു നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? ഒരു എന്താ പറയുക, ഒരു സെലോ ടാപ്പ് കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചില്ലേ, അതിലെന്തോ ഒരു സംഗതി എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ സംതിങ് വാസ് റിട്ടൺ. അതിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എന്തൊക്കെ ഒരു സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയത് നോക്ക്. ആൻഡ് റിട്ടൺ ഓൺ ഇറ്റ് ഇൻ എ ഷേക്കി ഹാൻഡ് റൈറ്റിംഗ്. വളരെ കേഴ്സീവായിട്ട് എന്താ ലൂസ്, ഒരു അത്ര കെയർഫുൾ വൃത്തിയില്ലാത്തൊരു എഴുത്തുണ്ടാവില്ലേ, അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്?
എന്തോ ഒരു സംഗതി എഴുതിയിട്ടുണ്ട്. അതെന്താ എഴുതിയത്? ഇവിടെ നോക്ക്. ജിംസ് ലാസ്റ്റ് ലെറ്റർ. What was written on that? എന്താ അതിന്റെ മേലെ എഴുതിയത്? Jim's last letter received January 25th, 1945 to be buried with me when the time comes. Oh, what a beautiful sentence, അല്ലേ? അതിന്റെ മേലെ എന്താ എഴുതിയത്? ജിമ്മിന്റെ ഏറ്റവും അവസാനത്തെ കത്താണ്. എന്ത് ചെയ്യണം? എൻ്റെ കൂടെ എന്ത് ചെയ്യണം? ബറി ചെയ്യണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അടക്കുന്നതോടൊപ്പം എന്ത് ചെയ്യണം? ഈ കത്തും നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ കൂടെ അടക്കണം. അതാണ് ആ കത്തിന്റെ മേലെ എന്ത് ചെയ്തത്? എഴുതിയത്. നോക്ക് നിങ്ങൾ. I knew as I did it that it was wrong of me to open the box. എനിക്കറിയാം, if I am opening the box, ഞാൻ ആ ബോക്സ് തുറക്കുകയാണെങ്കിൽ it is a wrong thing. അതെന്താണ്? ഭയങ്കരമായിട്ടുള്ള മോശമാണ് കാര്യം, അല്ലേ? തീർച്ചയായിട്ടും. But curiosity got the better of my scribbles. എന്താ പറയുന്നത്? സ്ക്രിബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഭയങ്കര ഒരു സംശയം ഉണ്ടാവില്ലേ? അപ്പോൾ ആ ഒരു ആകാംക്ഷ കാരണം എന്ത് ചെയ്ത് എനിക്കത് തുറന്നു നോക്കാൻ എന്ത് ചെയ്തില്ല? തുറന്നു നോക്കാതെ നിൽക്കാൻ എന്നെ സമ്മതിച്ചില്ല. നോക്ക്. ഇറ്റ് യൂഷ്വലി ഡസ്. ഇവിടെ നമ്മൾ മനുഷ്യർ മൊത്തം എന്താണ് സ്വഭാവമാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും എന്താ? തുറന്നു നോക്കിയേ പറ്റും. ഒടുക്കത്തെ ക്യൂരിയോസിറ്റി ആണല്ലേ. ഇൻസൈഡ് ദ ബോക്സ് there was an envelope. അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു ഉള്ളത്? അതിൻ്റെ ഉള്ളിലൊരു എൻവലപ്പാണുള്ളത്. ആൻഡ് അഡ്രസ്. എൻവലപ്പ് ആകുമ്പോൾ കത്താകുമ്പോൾ തീർച്ചയായിട്ടും എന്തുണ്ടാവും? കത്തിൻ്റെ മേലെ അഡ്രസ് ഉണ്ടാകും. ദ അഡ്രസ് റൈറ്റ്. എന്താണ് അതിൻ്റെ മേലെ എഴുതിയിട്ടുള്ള അഡ്രസ്? മിസ്സസ് ജിം MacPherson. എന്താണ് the address? It was written Jim MacPherson, 12 Copper Beaches, Bridport, Dorset. Dorset ആണ് സ്ഥലം. Bridport, 12 Copper Beaches, and it was written to Jim MacPherson, Mrs. Jim MacPherson. I took out the letter. അങ്ങനെ എനിക്ക് എന്താണ് ലെറ്റർ എനിക്ക് വായിക്കണം. ഒടുക്കത്തെ ക്യൂരിയോസിറ്റി. അങ്ങനെ എന്താണ്? I took out the letter and unfolded it. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ലെറ്റർ എടുത്തു, ഞാനത് തുറന്നു. പണ്ട് നമ്മൾ വലിയ പ്രേത സിനിമകളൊക്കെയാണ് കാണുന്നെങ്കിലോ ഇതിന് എന്ത് ചെയ്യും? കത്തുകൾ തുറക്കുന്നു. ഇങ്ങനെ പൊടികൾ എന്താണ്? ദാറ്റ് മീൻസ് എന്താണ്? ഡസ്റ്റ് ഫ്ലോ, പൊടിമയം. അതിൽ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്തു? കാറ്റുകൾ വരുന്നു, പ്രേതത്തിന് റിലീസ് കിട്ടുന്നു. മറ്റേ മരമാണെങ്കിൽ മരത്തിൻ്റെ മേലെ അടിച്ച ആണിയാണെങ്കിലോ ആണി ഊരിയെടുക്കും തോറും എന്താണ്? പ്രേതം എന്ത് തരുന്നു? പുറത്തേക്ക് വരുന്നു. നമ്മുടെ കള്ളിയങ്കാട്ട് നീലിയാണെങ്കിലോ തലയിലടിച്ച ആണി പുറത്തേക്ക് എടുക്കും തോറും നീലി വരുന്നു. അതേപോലെ വാട്ട് ഡിഡ് ഹി ഡു? ഹി അൺഫോൾഡ് ദ ലെറ്റർ. എന്താണ് പുള്ളി എന്ത് ചെയ്തു? ഇത് അൺഫോൾഡ് ചെയ്തു. ഈ ലെറ്റർ അദ്ദേഹം എന്ത് ചെയ്തു? അൺഫോൾഡ് ചെയ്തു. ഇറ്റ് വാസ് റിട്ടൺ ഇൻ പെൻസിൽ ആൻഡ് ഡേറ്റഡ് അറ്റ് ദ ടോപ്പ്. പെൻസിൽ കൊണ്ടാണ് ആ കത്ത് എന്ത് ചെയ്തത്? എഴുതിയത്. അതിൻ്റെ മേലൊരു ഡേറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. December 26, 1914. 1914 ഡിസംബർ 26-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? കത്തെഴുതുന്നത്. December 26 എന്ന് പറയുമ്പോൾ we know that ക്രിസ്മസിൻ്റെ തൊട്ട് പിന്നിലുള്ള ദിവസം, അല്ലേ? ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ ആണ് ഏതാ? ദ ഫോളോവിങ് ഡേ ക്രിസ്മസ് ആണ് എന്താ? December 26. ആൻഡ് ദ ഇയർ ഇറ്റ് വാസ് 1914. 1914 എന്ന് പറയുമ്പോൾ we should understand that it was a time of the World War I. World War Iൻ്റെ സമയമായിരുന്നു. ഓക്കെ സോ യെസ്, അങ്ങനെ നമ്മൾ ക്യൂരിയോസിറ്റിയിലേക്ക് പോകുമ്പോൾ എന്താണ് ഇവിടെ ചോദ്യം വന്നത്? വേറെ കാര്യം നോക്കൂ. വാട്ട് ഡിഡ് ദ ഓഥർ ഫൈൻഡ് ഇൻ എ ജങ്ക് ഷോപ്പ്? എന്താണ്? നിങ്ങൾ തന്നെ കമന്റ് ചെയ്തേ. എന്താണ് അദ്ദേഹം ജങ്ക് ഷോപ്പിൽ സ്പോട്ട് ചെയ്തത്? പറ. വാട്ട് ഡിഡ് ഹി സ്പോട്ട്? എന്താണ് അദ്ദേഹം സ്പോട്ട് ചെയ്തത്? പറയൂ കുട്ടികളെ, വേഗം പറയൂ, അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ധടുക്കൻ സിനിമയിലെ അയാളമായിരുന്നു ഞാൻ, ഉസ്താദിനെ പോലെ പാട്ട് പാടി ബുദ്ധിമുട്ടിക്കും നിങ്ങളെ. പെട്ടെന്ന് പറഞ്ഞ എല്ലാവരും. എന്താണ്? യെസ്, ആസ്ട്രോസ്പേസ്. ഹലോ മിസ്. ഹലോ ആസ്ട്രോസ്പേസ്. താങ്കളൊരു ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ് മാധവൻ നായർ. മാധവാണ് ഉത്തരം പറഞ്ഞത്. മാധവനെ പോലെ തന്നെ. യെസ്, വെരി ഗുഡ്. ഇപ്പം മാധവൻ തുടങ്ങിയപ്പോഴാണ് എല്ലാവർക്കും എന്ത് വന്നത്? ഉത്തരം പറഞ്ഞത്. യെസ്, he noticed a roll top display and we know that it was for sale. അതിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? വളരെ മോശമായിരുന്നു. പൊക്കി പറയാൻ നമ്മൾ വിചാരിക്കരുത്, അല്ലേ? ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് ഓക്ക് വുഡ്. അത് ഓക്ക് വുഡ് കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഇൻ എ വെരി ബാഡ് കണ്ടീഷൻ. അത് വളരെ മോശം അവസ്ഥയിലായിരുന്നു.
അല്ലടാ യെസ് ട്രൂലി ആണ് അല്ലേ. നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ അടുത്ത ചോദ്യം? വാട്ട് ഡിഡ് ഹി ഫൈൻഡ് ഇൻ എ സീക്രട്ട് ഡ്രോയർ? ഹൂ ഡു യു തിങ്ക് ഹാഡ് പുട്ട് ഇറ്റ് ഇൻ ദെയർ? നമ്മൾ എന്താ പറയേണ്ടത് ഇവിടെ? വാട്ട് ഡിഡ് ഹി ഫൈൻഡ് ഇൻ എ സീക്രട്ട് ഡ്രോയർ? എന്താണ് സീക്രട്ട് ഡ്രോയറിൽ അദ്ദേഹം കണ്ടത്? എന്താണ് അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ നിന്നും കണ്ടെത്തിയത്? എന്തിനു കണ്ടെത്തിയത് പുള്ളി? ഇൻ ദ സീക്രട്ട് ഡ്രോയർ ഡെസ്ക് ദ ഓഥർ ഫൗണ്ട് എ സ്മോൾ ടിൻ ബോക്സ്. ഒരു കറുത്ത ടിൻ ബോക്സ് ഉണ്ടായിരുന്നു. அந்த ടിൻ ബോക്സുக்கு உள்ளே എന്തായിരുന്നത്? ഇറ്റ് ഹാഡ് എ ലെറ്റർ ഇൻ ഇറ്റ്. അതുക്കുള്ളേ ഒരു ലെറ്റർ ഇരുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്താണ്? there was a letter inside and I think the owner of the roll top desk might have put it there. അപ്പോൾ എനിക്ക് തോന്നുന്നു ആക്ച്വലി എന്താണ് ഓണർ ഓഫ് ദ ഡെസ്ക് ആണ് എന്ത് ചെയ്തത് അവിടെ അത് കൊണ്ടിട്ടത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ല? ഓക്കെ അല്ലേ? സോറി ദിസ് പാർട്ട് 2 ആണ്. ഓക്കെ, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അങ്ങനെ നമ്മുടെ റൈറ്റർ അദ്ദേഹം കത്തെടുക്കുന്നു, കത്ത് തുറക്കുന്നു, വായിക്കുന്നു. എന്താണ്? എന്താണ്? ഭയങ്കര ക്യൂരിയോസിറ്റി അല്ലേ, ആകാംക്ഷ. പാലുകാച്ചൽ, താലികെട്ട് പാലുകാച്ചൽ. ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം കത്ത് തുറക്കുകയാണ് സുഹൃത്തുക്കളെ. ഹി ഓപ്പൺ ദ ലെറ്റർ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഡിയറസ്റ്റ് കോണി എന്താ പറയുന്നത്? ഡിയറസ്റ്റ് കോണി. അദ്ദേഹം വിളിക്കുകയാണ്. എന്താണ്? ഡിയറസ്റ്റ് കോണി. ആരാ വിളിച്ചത്? എഴുത്തുകാരനാണോ? അല്ല, അതാവുമ്പോൾ എന്താവും? അത് അവിഹിതമായി പോകും. ഓക്കെ, എഴുത്തുകാരൻ ഡിയറസ്റ്റ് കോണി, മറ്റൊരാളെ ഭാര്യ ഡിയറസ്റ്റ് കോണി എന്ന് വിളിക്കരുത്. നമ്മുടെ ജിം മാക്പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിക്കുകയാണ് ഡിയറസ്റ്റ് കോണി. അപ്പോൾ കോണി എന്നാണ് എന്ത്? ജിം മാക്പേഴ്സന്റെ ഭാര്യയുടെ പേര്. I write to you in a much happier frame of mind because something wonderful has just happened that I must tell you about at once. We were all standing in our trenches yesterday morning, Christmas morning. It was crisp and quiet all about, as beautiful a morning as I have ever seen, as cold and frosty as a Christmas morning should be. എന്താ ഇപ്പത് കഥ? അദ്ദേഹം തുടങ്ങുന്നതൊക്കെ എന്താ അദ്ദേഹം പറയുന്നത്? ഞാൻ ഈ കത്തെഴുതുന്നത് ഒത്തിരി സന്തോഷത്തിലാണ്. എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും സന്തോഷമുള്ള സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഞാൻ ഈ ഒരു ലെറ്റർ എഴുതുന്നത്. ആക്ച്വലി വി വർ ഓൾ സ്റ്റാൻഡിങ് ഇൻ അവർ ട്രെഞ്ചസ് യെസ്റ്റർഡേ മോർണിംഗ്. യു നോ വാട്ട് ഹാപ്പൻ യെസ്റ്റർഡേ? കോണി, നിനക്കറിയോ ഇന്നലെ എന്താ ഇവിടെ സംഭവിച്ചത്? രാവിലെ ഞങ്ങൾ എല്ലാവരും യുദ്ധത്തിന് ഞങ്ങൾ സൂട്ടൊക്കെ ഇട്ട് ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മുടെ ട്രെഞ്ചസിൽ, ഇതേപോലെ ട്രെഞ്ചസിൽ, കിടങ്ങുകളിൽ യുദ്ധം ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് വി ഓൾ വർ സ്റ്റാൻഡിങ് ഇൻ അവർ ട്രെഞ്ചസ് ആൻഡ് ഇറ്റ് വാസ് ക്രിസ്മസ് മോർണിംഗ്. ഇവിടെ നമുക്ക് ഭയങ്കര ഒരു എന്താണ് ഇമോഷണലി നമുക്കൊരു കണക്ഷൻ വരണം. ബിക്കോസ് ഇറ്റ് വാസ് ക്രിസ്മസ് മോർണിംഗ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സെലിബ്രേഷൻ അല്ലേ? എന്താണ് നമ്മൾ പറയുന്നത്? ധൈര്യമിക്കിൻ്റെ പാട്ട് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ സെലിബ്രേഷൻ. എടാ പാട്ട് എന്തിനാ? celebration. No, I'm not getting. Okay, whatever it is. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ എന്ത് ചെയ്യും? We all want to be with our family. നമ്മുടെ കുടുംബത്തിൻ്റെ അടുത്തെത്തണം. We want to with our kids. നമുക്ക് നമ്മുടെ മക്കളുടെ അടുത്തെത്തണം. അങ്ങനെയുള്ള സമയത്താണ് ആക്ച്വലി ഇവിടെ ഇവരെന്തിനു വേണ്ടി നിൽക്കുന്നത്? യുദ്ധം ചെയ്യാൻ വേണ്ടി ഇവർ നിൽക്കുന്നത്. It was crisp and quiet all about, as beautiful a morning as I have ever seen, as cold and frosty as a Christmas morning should be. അപ്പോൾ എന്താണ് ക്രിസ്മസ്? നമുക്കറിയാം ഡിസംബറിലാണ്, വിന്റർ സീസൺ ആണ്, വളരെ ചില്ലാണ്. ചില്ലെന്ന് പറഞ്ഞാൽ വൈബല്ല ഞാൻ ഉദ്ദേശിച്ചത്, തണുപ്പാണ്. അപ്പോൾ ഇറ്റ് വാസ് പ്രോപ്പർ എന്താണ്? തണുത്ത മഞ്ഞുള്ള വിറക്കുന്ന ഒരു തനി ക്രിസ്മസ് എന്താണ് രാവിലെ തന്നെയായിരുന്നു ഇന്നലെയും. ബട്ട് ഡിഫറൻസ് എന്താണ് കോണി? വി ഓൾ വർ നോട്ട് വിത്ത് അവർ ഫാമിലി. ഞങ്ങൾ ആരും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെയല്ല. വി ഓൾ വർ റെഡി ടു ഫൈറ്റ് ടു ഡു ദ വാർ. യുദ്ധം ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്ന സമയമാണ്. I should like to be able to tell you that we began it. ആക്ച്വലി എൻ്റെ ആഗ്രഹം എന്താണ്? ഞങ്ങൾ തുടങ്ങി എന്നാണ്. എന്താണ് തുടങ്ങിയത്? ബട്ട് ദ ട്രൂത്ത്, പക്ഷെ സത്യം, I'm ashamed to say is that Fritz began it. Actually I'm ashamed to say എന്താണ്? ഫ്രിറ്റ്സ് ആണ് തുടങ്ങിയത്. ഞങ്ങളല്ല തുടങ്ങിയത്, ജർമ്മൻകാരാണ് തുടങ്ങിയത്. First someone saw a white flag waving from the trenches opposite. ഞങ്ങൾ അങ്ങനെ റെഡി ആയി നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു സോൾജർ എന്താ കാണുന്നത്? ഓപ്പോസിറ്റ് സൈഡിൽ എന്തുണ്ട്? ഒരു സോൾജർ എന്ത് ചെയ്യുന്നു? ഒരു വൈറ്റ് ഫ്ലാഗ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് വേവ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു കഴിഞ്ഞ ടിഷ്യൂ ഉണ്ട്. ഓക്കെ, സി
ഹൗ മൈ ക്രിയേറ്റിവിറ്റി, ഞാൻ ഇമ്മീഡിയറ്റ് വൈറ്റ് ഫ്ലാഗ് ഒക്കെ എടുത്ത് കണ്ടോ, നോക്കൂ നിങ്ങൾ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി, ഡിസ് ടിഷ്യൂ പേപ്പർ പത്തൽക്കുന്നത്. അപ്പോൾ എന്താ ഇദ്ദേഹം പറയുന്നത്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അപ്പുറത്തെ സോൾജർ എന്ത് ചെയ്യുന്നുണ്ട്, ഹി വാസ് വേവിങ് ദ വൈറ്റ് ഫ്ലാഗ്. ഓക്കെ ഗൈസ്, ഓക്കെ, സോ വൈറ്റ് ഫ്ലാഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഹി വാസ് വേവിങ്. ഓക്കെ, now then they were calling out to us from across no man's land, happy Christmas, ഹാപ്പി ക്രിസ്മസ് ടോമി. അങ്ങനെ അവർ ഉറക്കം എന്ത് വിളിച്ച് പറയാണ്, ഹാപ്പി ക്രിസ്മസ് ടോമി. ബ്രിട്ടീഷുകാരെന്താണ് വിളിക്കുന്നത്, ടോമി എന്നാണല്ലേ. അപ്പോൾ അവരെന്ത് വിളിച്ചോ, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇവിടെ നോക്കുക, ആക്ച്വലി രണ്ടുപേരും എന്താണ് ടിഷ്യൂ എന്താണ് ഷൂട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. എനി പോയിന്റ് അറ്റ് എനി കോസ്റ്റ് എന്താണ്, യുദ്ധം ചെയ്യണം, ജയിക്കണം. ബട്ട് സ്റ്റിൽ എന്താണ്, ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു വികാരം എന്ത് ചെയ്തു, എല്ലാവർക്കും എന്താ ഇവിടെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്, ബേസിക്കലി വി ഓൾ ആർ ഹ്യൂമൻ അല്ലേ, മനുഷ്യരാണ് നമ്മൾ. ഹാപ്പി ക്രിസ്മസ് വെൻ വി ഹാഡ് got over the surprise, some of us shouted back. അപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാതെ നിൽക്കുകയാണ് എന്ത്, ആ ഒരു കാര്യങ്ങളിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ, ഈവൻ ശത്രുവാണെങ്കിൽ പോലും എന്താണ്, ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മളിൽ നിന്ന് ഒത്തിരി സോൾജേഴ്സ് എന്ത് ചെയ്ത് കോണി, അവരും തിരിച്ചങ്ങ് വിഷ് ചെയ്ത് പോയി. ഇറ്റ് ഹാപ്പൻസ് വിത്ത് us അല്ലേ. ഇപ്പം നമ്മൾക്ക് കുറേ കാലങ്ങളായിട്ട് മിണ്ടാത്തൊരു നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് പെട്ടെന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് മിണ്ടാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഭയങ്കര എന്താവും, ഇമോഷണലി നമ്മൾ ഡൗൺ ആയി പോകും അല്ലേ. നമ്മൾ ചിലപ്പോൾ പറയും, ഞാൻ രണ്ട് അടിയിട്ട് കൊടുക്കുമ്പോൾ എന്താണ്, ഞാൻ തിരിഞ്ഞു നോക്കൂല, അങ്ങനെയൊക്കെ നമ്മൾ പറയും. നോ, അങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ എന്താകും, നമ്മൾ ഇമോഷണലി എന്താകും, ഡൗൺ ആവും. ഉള്ളിനുള്ളിൽ നമുക്ക് എന്തുണ്ടാകും, വി ബിക്കം വെരി ഹാപ്പി. നമ്മൾ എന്താകും, നമ്മൾ ഒത്തിരി സന്തോഷിക്കും. ഓക്കെ, same to you, it's same to you. I thought that would be that. We all did. But then suddenly one of them was up there in his grey coat and waving a white flag. Don't shoot, lads, someone shouted, and no one did. Then there was another Fritz up on the parapet and another. Keep your heads down, I told the men. It's a trick, but it wasn't. അപ്പോൾ എന്താ ആക്ച്വലി പറയുന്നത്, ഞാൻ എല്ലാവരും പറഞ്ഞു എന്താണ് അല്ലേ, കീപ് യുവർ ഹെഡ് ഡൗൺ. മേ ബി എന്താണ്, ഇതൊരു ട്രിക്ക് ആകാം, ഇത് അവരുടെ ഒരു തന്ത്രമാകാം. നമ്മൾ വേണമെങ്കിൽ നമ്മുടെ വെപ്പൺസ് താഴെ വെച്ചിട്ട് എന്താണ് യുദ്ധത്തിൽ നിന്നും നമ്മളെ ശ്രദ്ധ തിരിക്കാനുള്ളൊരു ട്രിക്ക് വേണമെങ്കിൽ എന്താ ആകാം, ബിക്കോസ് ഇറ്റ് വാസ് വേൾഡ് വാർ അല്ലേ. പക്ഷെ എന്തല്ല, ഇറ്റ് വാസ് നോട്ട് ദ ട്രിക്ക്, ഇത് ട്രിക്ക് ആയിരുന്നില്ല, ഇറ്റ് വാസ് ട്രൂ, ഇതെന്താണ് സത്യമാണല്ലേ. ആൻഡ് സംബഡി വാസ് വേവിങ് എന്താണ്, ഇതേപോലെ ട്രെൻസസിൻ്റെ അവിടെ ഇരുന്നിട്ട് എന്താണ്, ഹി വാസ് വേവിങ് ദ ഫ്ലാഗ് അല്ലേ, എന്താണ് വൈറ്റ് ഫ്ലാഗ് ഇങ്ങനെ വേവ് ചെയ്തും കൊണ്ടേ എന്ത് ചെയ്തു, അവരിങ്ങനെ ഇരുന്നു. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അല്ലേ. നോക്ക് നിങ്ങൾ, രണ്ട് ശത്രുക്കളാല്ലേ എന്താണ് ഷൂട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് എന്ത് കാണിക്കുന്നത്, ലവ് കാണിക്കുന്നത്, അഫെക്ഷൻ കാണിക്കുന്നത്, ഹ്യൂമാനിറ്റി കാണിക്കുന്നത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് എന്താണ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹ്യൂമാനിറ്റി. ഇതാരപ്പോൾ മോഹൻജദാരോ ഇതിങ്ങനെ ആക്കിയത് നോക്കടാ. So it's all about എന്താണ്, it's all about humanity, it's all about എന്താണ്, യൂണിറ്റിയാണ്. ഓക്കെ, ബേസിക്കലി എന്താണ്, നമ്മളെല്ലാവരും എന്താണ്, വി ആർ വൺ എന്നുള്ളത് എന്താണ്, വി ആർ വൺ എന്നുള്ളൊരു മെസ്സേജ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ തരുന്നുണ്ട്. ഓക്കെ ഡാർലിങ്സ്, ഓക്കെ. സോ one of the Germans was waving a bottle above his head. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, കുപ്പി കാണിക്കുന്നത് അല്ലേ. പണ്ട് മോഹൻലാൽ പപ്പു എന്താണ് പാട്ട് പാടിയ പോലെ, നീ അറിഞ്ഞു മേലെ മാനത്ത് എന്ന് പാടിയതുപോലെ എന്താണ്, one of the Germans was waving a bottle above his head അല്ലേ. It is Christmas Day, Tommy. We have schnapps, we have sausage. അപ്പോൾ ആക്ച്വലി എന്താ ഇവിടെ പറയുന്നത്, ഇവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു ജർമ്മൻകാരൻ എന്ത് ചെയ്യുന്നത്, അവിടെ നിന്നും എന്ത് ചെയ്യുന്നത്, കുപ്പി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നിങ്ങൾക്ക് വളരെ പ്രാക്ടിക്കൽ, എന്തൊരു പ്രാക്ടിക്കൽ ക്ലാസ് നിങ്ങൾ കണ്ടത്. ആക്ച്വലി ഇത് എന്ത് കുപ്പിയല്ല, ഇത് ആ കുപ്പിയല്ല, ദത കുപ്പിയല്ല, ദിസ് ഇസ് അവർ വാട്ടർ ബോട്ടിൽ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു ജർമ്മനിക്കാരൻ എന്ത് ചെയ്യുന്നു, അവിടുന്ന് തന്നെ കുപ്പി പൊക്കി കാണിച്ചു. കുട്ടികളെ നിങ്ങൾ വിചാരിക്കുന്ന മിസ് എല്ലാമായിട്ടാണ് വന്നതല്ലേ, എന്താ വൈറ്റ് ഫ്ലാഗ് കാണിച്ചു, കുപ്പി കാണിച്ചു, അടി നോക്കൂ, അങ്ങനെ എന്ത് ചെയ്തു, കുപ്പി കാണിച്ചു. അങ്ങനെ കുപ്പി കാണിച്ച സമയത്ത് എന്താണ്, യെസ്, അങ്ങനെ അവർ എന്താ പറയുന്നത്, വി ഹാവ് സ്നാപ്സ്. ഓക്കെ, സ്നാപ്സ് എന്ന് പറയുന്നത് ജർമ്മനിയുടെ എന്താണ്, ജർമ്മനിയുടെ മാത്രം ഒരു
അവരിറക്കുന്നൊരു ഡ്രിങ്കാണ്, ആൽക്കഹോളാണ്. പിന്നെ എന്തുണ്ട്, നല്ല സോസേജ് ഉണ്ടല്ലേ. സോസേജ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമല്ല സോസേജ്. എനിക്ക് പൊരിച്ചത് മാത്രം ഇഷ്ടമാണ്, പക്ഷേ എന്നാലും ഇഷ്ടമല്ല. കാരണം സോസേജ് ഇസ് നോട്ട് ഗുഡ് എന്ന് പറയും. അതിൻ്റെ എല്ലാ വേസ്റ്റ് ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കല്ല. ചിക്കൻ്റെ എല്ലാവിധ വേസ്റ്റുകളും കാര്യങ്ങളും എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങനെ ജാമാക്കി മെഷീനിൽ ജ്യൂസ് പോലെ ആക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് എന്ന് പറയാറുണ്ട്. അത്ര നല്ലതല്ല. അപ്പം നിങ്ങളിൽ ആരെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ എന്തായിക്കോട്ടെ, നിർത്തിക്കോട്ടെ. എപ്പോഴും സോസേജ് അത്ര ഹെൽത്തി അല്ല എന്ന് പറയാറുണ്ട്. ഓക്കെ, ബിക്കോസ് മോസ്റ്റ്ലി അത് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്ന് പറയാറുണ്ട്. ഓക്കെ, ബാക്കി നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് വായിക്കും. Now നോക്കൂ ഇവിടെ, by this time there were dozens of them walking towards us across no man's land and not a riffle between them. അങ്ങനെ അപ്പോൾ ഈ അവരെന്ത് ചെയ്യുന്നു, അവർ ഈ പറയുന്ന കുപ്പി കാണിക്കുന്നു, അവർ ഈ പറയുന്ന സോസേജ് എടുക്കുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ അവരെന്ത് ചെയ്യാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, അവർ നമ്മളടുത്തേക്ക് വരാൻ തുടങ്ങി. ഞാൻ അവർ ശ്രദ്ധിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് എന്താണ്, അവർ റിഫിൽ, അവർ തോക്ക്, ഗണ്ണ്, അവർ വെപ്പൺ എന്ത് ചെയ്തിട്ടില്ല, ആരും എടുത്തിട്ടില്ല. വെപ്പൺ ഇല്ലാതാണ് അവരെന്ത് ചെയ്യുന്നത്, ഞങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്നത്. ലിറ്റിൽ പ്രൈവറ്റ് മോറിസ് വാസ് ദ ഫസ്റ്റ് അപ്പ്. Come on bus എന്നായി ഇപ്പോൾ ഞാൻ വായിച്ചത്. Come on boys, come on, അടിച്ചു കയറി വാ എന്ന് ആര് പറഞ്ഞു, നമ്മുടെ ജർമ്മനിക്കാരാണെന്ന് പറയുന്നത്. What are we waiting for? നോക്കൂ, what are we waiting for? And then there was no stopping them. I was the officer. I should have stopped them there and then, I suppose. But the truth is that it never even occurred to me I should. അപ്പോൾ ആക്ച്വലി എന്ത് ചെയ്യണമായിരുന്നു, ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, ഐ ഹാഡ് ടു സ്റ്റോപ്പ് ദം, ഞാൻ അവരെ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. പക്ഷെ ഉള്ളത് പറയാലോ കോണി, ആ ഒരു സമയത്ത് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബ്യൂട്ടിഫുൾ തിങ്സ് വർ ഹാപ്പനിങ് ദ. ഇറ്റ് വാസ് എന്താണ് ക്രിയേറ്റിംഗ്, വി ഓൾ വർ റൈറ്റിംഗ് ഹിസ്റ്ററി, വി ഓൾ വർ മേക്കിംഗ് ഹിസ്റ്ററി. ആൻഡ് ട്രൂലി ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് മൈസെൽഫ് ആൻഡ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ദം. അവരെനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. All along their line and ours, I could see men walking slowly towards one another, grey coats, khaki coats, meeting in the middle, and I was one of them. I was part of this. In the middle of the war, we were making peace. Okay, അപ്പോൾ എന്താ ആക്ച്വലി പറയുന്നത് നോക്ക്, and I was one of them. ഞാൻ എന്താ പറയുന്നത്, ഞാൻ എന്തായി, അവരിൽ ഒരാളായില്ലേ. അപ്പം നിമിഷ നേരം കൊണ്ട്, വിതിൻ ഫ്യൂ മൊമെന്റ്സ്, ഞാൻ കാണുന്നത് എന്താണ്, ഈ ഗ്രേ കോട്ട്സും ബ്രിട്ടീഷേഴ്സും ജർമ്മൻസ് എന്താണ് അങ്ങ് മിക്സ് ആകുന്നത് അല്ലേ. നിമിഷ നേരം കൊണ്ട് ഞാൻ അതാണ് കാണുന്നത്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയമായപ്പോഴേക്ക് ഞാൻ അതിലെന്തായി, ഒരാളായിട്ട് മാറി. ഇത് നോക്കി, ഇതിൻ്റെ ശരിക്കും എന്താണ്, ശരിക്കുള്ള പിക്ചറാട്ടോ, ഹിസ്റ്റോറിക്കൽ ട്രൂ പിക്ചറാണ്. ഇവരൊക്കെയാണ് ആൾക്കാർ. ഇതിലെങ്കിൽ ജിങ് പേഴ്സൺ ആയിരിക്കും അല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറാണ്. Okay, now you cannot imagine, Connie, my feelings as I looked into the eyes of the Fritz officer who approached me, hand outstretched. Hans Wolf, he said, gripping my hand warmly and holding it. I'm from Düsseldorf. I play the cello in the orchestra. Happy Christmas. Le, എന്താണ് അതേ പറയുന്നേ, you cannot imagine, Connie, dearest Connie, my feelings as I looked into the eyes of the Fritz officer. അവിടെ നിന്നും നടന്നു വരുന്ന ഈ ഫ്രിറ്റ്സ് ഓഫീസർ എന്താണ്, എൻ്റെ നേരെ ആര് വരുന്നുണ്ട്, ഫ്രിറ്റ്സ് ഓഫീസർ വരുന്നുണ്ട്. ഒരു ജർമ്മൻ ഓഫീസർ, അദ്ദേഹം എൻ്റെ നേർക്ക് വരുന്നുണ്ട്. അദ്ദേഹം എൻ്റെ നേരെ വരുന്ന സമയത്ത് എനിക്ക് നിന്നോട് പറയാൻ കഴിയില്ല, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു തിളക്കം, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ഇതൊന്നും എനിക്ക് എന്താണ്, ഐ കനോട്ട് എക്സ്പ്രസ് അല്ലേ. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു, എന്നെ അദ്ദേഹം പരിചയപ്പെട്ടു അല്ലേ. എന്താണ്, ഹാൻസ് വുൾഫ്, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു എൻ്റെ അടുത്ത്. ഹാൻസ് വുൾഫ് എന്നാണ് എൻ്റെ പേര്. ഹി സെഡ്, അദ്ദേഹം എന്താ ചെയ്യുന്നത്, ഐ ആം ഫ്രം ഡിസൽഡോഫ്. അദ്ദേഹം ഏത് സ്ഥലത്തുള്ള ആളാണ്, ഡിസൽഡോഫുകാരനാണ്. അദ്ദേഹം ജർമ്മനിയിലെ ഡിസൽഡോഫ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ജോലി എന്തായിരുന്നു, ഒരു ഓർക്കസ്ട്ര ടീമിൽ സെലോ വായിക്കുന്ന അല്ലേ. സോ ഹി വാസ് എന്താണ്, ഒരു ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന മ്യൂസീഷ്യനാണ് അദ്ദേഹം, മ്യൂസീഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ എന്ത് ചെയ്തു, സ്വയം പരിചയപ്പെടുത്തി. ആൻഡ് ഹി വിഷ്ഡ് ഹാപ്പി ക്രിസ്മസ് അല്ലേ, ഫ്രണ്ട് ഹാപ്പി ക്രിസ്മസ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്നതുപോലെ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ജിമ്മിന് എന്താണ് കൈ കൊടുത്ത് പറയണം ഹാപ്പി ക്രിസ്മസ്. Captain Jing McPherson, I replied. ഞാൻ എന്ത് ചെയ്തു, മറുപടി പറഞ്ഞു, Captain Jing McPherson, and a happy Christmas to you too. I'm a school teacher from Dorset in the west of England. ഇംഗ്ലണ്ടിലെ എന്താ പറയുന്നത്, I'm a school teacher. ഞാൻ എന്താണ്, ഒരു സ്കൂൾ ടീച്ചറാണ്. ഇൻ ദ വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ടിലെ, ഇംഗ്ലണ്ട് വെസ്റ്റ് ഇംഗ്ലണ്ടിലെ ഒരു സ്കൂളിലെ അധ്യാപകനാണ്. ഐ എം എ ടീച്ചർ. എൻ്റെ പേരെന്താണ്, ഐ എം ജിങ് മാക്പേഴ്സൺ.
Oh, Dorset, he smiled. അപ്പോൾ ഡോർസെറ്റ് എന്താണെന്ന് കേട്ടപ്പോൾ എന്താണ്? He was very happy. He smiled. അല്ലേ, അദ്ദേഹം ഇന്ന് ചിരിച്ചു. Oh, Dorset, നിങ്ങൾ ഡോർസെറ്റ് എന്നാണോ? I know this place. എനിക്കറിയാം ഈ സ്ഥലത്തെക്കുറിച്ച്. I know it very well. We shared my rum ration and his excellent sausage, and we talked. Connie, how we talked. He spoke almost perfect English, but it turned out that he had never set foot in Dorset, never ever been to England. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ടെൻറ്റിൽ പോയിട്ട് എൻ്റെ ടെൻറ്റിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഉള്ള ഫുഡൊക്കെ എന്ത് ചെയ്തു, ഞങ്ങൾ ഷെയർ ചെയ്തു. ആൻഡ് വി വർ ടോക്കിംഗ് ഞങ്ങൾ എന്ത് ചെയ്തു, ഒത്തിരി ഞങ്ങൾ സംസാരിച്ചു. പക്ഷേ നിനക്ക് തോന്നുന്നില്ലേ, ഒരു ബ്രിട്ടീഷുകാരും ഒരു ജർമ്മൻകാരനും എങ്ങനെയാണ് അവർ സംസാരിക്കാം? ഹി ന്യൂ ഇംഗ്ലീഷ്. അദ്ദേഹത്തിന് എന്തറിയായിരുന്നു? ഇംഗ്ലീഷ് നല്ലോണം അറിയായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയുന്നത്? ഒരിക്കലും പുള്ളി എന്ത് ചെയ്തിട്ടില്ല, പുള്ളി ഡോർസെറ്റിൽ വന്നിട്ടില്ല. ഒരിക്കലും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ഇംഗ്ലണ്ടിൽ അദ്ദേഹം വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താ പറയുന്നത്? ഭംഗിയായിട്ട് ഇംഗ്ലീഷ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അദ്ദേഹം ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു. He had learned all he knew of England from school and from reading books in English. His favorite writer was Thomas Hardy. His favorite book, Far from the Madding Crowd. അപ്പോൾ ആക്ച്വലി അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇംഗ്ലീഷ്? സ്കൂളിൽ നിന്ന് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ബേസിക് അദ്ദേഹം ഗ്രാമർ കാര്യങ്ങളൊക്കെ എന്താണ് സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഈ പറയുന്ന ലാംഗ്വേജ് അച്ചീവ് ചെയ്തത് എങ്ങനെയാണ്? ത്രൂ റീഡിങ് അല്ലേ? മുഴുവൻ എന്താണ്, വായിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്. പിന്നെ ഈ പറയുന്ന മുഴുവൻ അദ്ദേഹം അച്ചീവ് ചെയ്തത് എങ്ങനെയാണ്? വായിച്ചിട്ട് തന്നെയാണ്. മാഡിങ് ക്രൗഡ്. സോ ഔട്ട് ദെയർ ഇൻ നോ മാൻസ് ലാൻഡ് വി ടോക്ക്ഡ് അബൌട്ട്. അപ്പൊ അദ്ദേഹം എന്താണ് വായിച്ചിട്ടുള്ള പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ? ബാത്ഷബയെ കുറിച്ച് പറഞ്ഞു, ഗബ്രിയൽ ഓക്കിനെ കുറിച്ച് പറഞ്ഞു, സെജൻ ട്രോയിയെ കുറിച്ച് പറഞ്ഞു, ആൻഡ് ഡോർസെറ്റിനെ കുറിച്ചും ഒത്തിരി പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് എന്താണ്, അദ്ദേഹം ജർമ്മൻകാരനാണെങ്കിലും ഒത്തിരി അദ്ദേഹത്തിന് എന്തുണ്ട്, ഇംഗ്ലണ്ടിനെ കുറിച്ച് അറിവുണ്ട്. ഇംഗ്ലണ്ടിനെ കുറിച്ച് എങ്ങനെയാണ് അറിവ്? ഇംഗ്ലണ്ടിലെ കഥകൾ, നോവലുകൾ വായിച്ചിട്ട്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്, നോവലിനെ കുറിച്ച് അദ്ദേഹം പറയാണ്. നോവലിലെ എന്താണ് കഥാപാത്രങ്ങളെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടമാണ് എന്ത്, ബാത്ഷബ, അതേപോലെ സെജൻ ട്രോയ് പോലുള്ള ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്. Now and Dorset, he had a wife and one son, born just 6 months ago. As I looked about me, there were huddles of khaki and grey everywhere. അപ്പോൾ ആക്ച്വലി ഇവിടെ ഫുൾ എന്തായി, സെലിബ്രേഷൻ മൂഡായി അല്ലേ? സെലിബ്രേഷൻ മൂഡായി ഇവിടെ മൊത്തം. നെക്സ്റ്റ് നോക്ക്, all over no man's land, smoking, laughing, talking, drinking, eating. Hans Wolf and I shared what was left of your wonderful Christmas cake. Connie, he thought the marzipan was the best he had ever tasted. I agreed. We agreed about everything, and he was my enemy. There never was a Christmas party like it, Connie. അദ്ദേഹം പറയുന്നത് എന്താണ്, അങ്ങനെ എല്ലാവരും എന്താണ്, everybody was enjoying, everybody was talking, they were playing, they were laughing, they were sharing എന്താണ്, fun അല്ലേ? everybody was enjoying. എന്നിട്ട് എന്താ പറയുന്നത്, അവർ ഭയങ്കര യൂണിറ്റി ഇവിടെ പറയുന്നത് അല്ലേ? ഞാൻ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് എന്താണ്, മാർസിപ്പൻ ആണെന്നുള്ളത്. ആൻഡ് വി അഗ്രീഡ് വിത്ത് ദാറ്റ് അല്ലേ? അതേപോലെ അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ തരത്തിലുള്ള ക്രിസ്മസ് പാർട്ടി, ഇങ്ങനെയുള്ളൊരു ക്രിസ്മസ് സെലിബ്രേഷൻ, ക്രിസ്മസ് പാർട്ടി എന്തില്ല, ഞാൻ ഇതിനു മുൻപ് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. സോ ഇറ്റ് വാസ് എന്താണ്, എ വെറൈറ്റി വൺ, എ മെമ്മറബിൾ വൺ, എ ഹിസ്റ്റോറിക്കൽ വൺ. വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളതാണ് എന്ത്, ഈ ഒരു പാർട്ടി. അതാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കടാ, നോക്ക്, നെക്സ്റ്റ് നോക്കിക്കേ. Then someone I don't know who brought out a football. അത് അവിടുന്ന് കുറച്ച് കഴിഞ്ഞ സമയത്ത് എനിക്ക് അറിയില്ല ആരാണ് കൊണ്ടുവന്നതെന്നല്ലേ. Someone I don't know who brought out a football. ഒരു ഫുട്ബോൾ കൊണ്ടുവന്നു. Great coats were dumped in piles to make goal post. എന്ത് ചെയ്തു, അവരെന്താ ചെയ്യുന്നത്, great coats were dumped in piles to make goal post. And the next thing we knew, it was storming against Fritz out in the middle of no man's land. Hans Wolf and I looked on and cheered, clapping our hands and stamping our feet to keep out the cold as much as anything. There was a moment when I noticed our breaths mingling in the air between us. He saw it too and smiled. Jim McPherson, he said after a while, I think this is how
we should resolve this war. A football match. No one dies in a football match. No children are orphaned. No wives become widows. അങ്ങനെ എന്താണ് കുറച്ച് കഴിഞ്ഞ സമയത്ത് എന്താണ് ഞങ്ങളുടെ ടെന്റിന് വന്നിട്ട് എന്ത് ചെയ്തു, ആരോ ഒരാൾ ഉറക്കെ വിളിച്ചു അല്ലേ. അപ്പൊ എന്താണ് പുറത്തൊരു എന്താ ഭയങ്കര സെലിബ്രേഷൻ നടക്കുന്നുണ്ട്, ഒച്ചപ്പാട്. പോയി നോക്കുമ്പോൾ എന്താണ് ഫുട്ബോൾ കളിയാണ് നടക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നു. ഭയങ്കര തണുപ്പായിരുന്നു അല്ലേ. ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് വാസ് ടു കോൾഡ് അല്ലേ. ഞങ്ങൾ രണ്ടുപേരും ആ കളി ഒത്തിരി എന്ത് ചെയ്യാണ്, വി വർ എൻജോയിങ്. ഞങ്ങളത് നോക്കി നിന്നിട്ട് ശരിക്കും ആസ്വദിക്കുകയാണ്. അപ്പം ഇദ്ദേഹം പറയാണ് ഈ കളി നടക്കുന്ന സമയത്ത് അത് നോക്കിക്കൊണ്ട് അദ്ദേഹം എന്താണ് നമ്മുടെ ജർമ്മൻകാരൻ പറയുന്നത് എന്താണ്, ഹാൻസ് വുൾഫ് എന്താ പറയുന്നത്, മിസ്റ്റർ ജിം മാക്പേഴ്സൺ, എനിക്ക് തോന്നുന്നു എല്ലാ യുദ്ധങ്ങളും എന്ത് ചെയ്യണം, ഒരു ഫുട്ബോൾ മാച്ച് പോലെ അവസാനിക്കണം. ലൈക്ക് എന്താണ്, എന്തായാലും ഒരു ടീം എന്ത് ചെയ്യും, ജയിക്കും അല്ലേ. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം അത് പറയുന്നത്, ഇവിടെ എന്താവുന്നില്ല, ഒരു കുഞ്ഞിന് പോലും എന്താണ് അവൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയെ എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ എന്താ ഒരു ഭാര്യമാരും ഇവിടെ എന്താവുന്നില്ല, വിഡോസ് ആകുന്നില്ല. നോ ചിൽഡ്രൻ ആർ ഓർഫൻ, നോ വൈസ് ബിക്കം എന്താണ് വിഡോസ് അല്ലേ. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ് ഫുട്ബോൾ മാച്ച് പോലാണോ, ഒരു ടീം എന്താണ് വൺ ടീം വിൽ വിൻ, അനദർ വിൽ ലോസ്. പക്ഷെ എന്താവുന്നില്ല, ഇവിടെ ഒരു കുട്ടികളും എന്ത് ചെയ്യുന്നില്ല, ഓർഫൻ ആവുന്നില്ല. നോ വൈസ് ബിക്കം എന്താണ് വിഡോസ് ആകുന്നില്ല. അതുകൊണ്ട് എപ്പോഴും എന്താണ് ഒരു യുദ്ധം എങ്ങനെ അവസാനിക്കണം എന്ന് അദ്ദേഹം പറയുന്നത്, ഒരു യുദ്ധം എപ്പോഴും ഒരു ഫുട്ബോൾ മാച്ച് പോലെ എന്ത് ചെയ്യണം, എൻഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. I would prefer cricket. അപ്പോൾ നമ്മുടെ ജിം മാക്പേഴ്സൺ ഇംഗ്ലണ്ടുകാരനാണ്. ക്രിക്കറ്റിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ്, ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്, I would prefer cricket. ഞാൻ എന്ത് ചെയ്യുള്ളൂ, ക്രിക്കറ്റ് പ്രിഫർ ചെയ്യുള്ളൂ. I told him. Then we Thomas could be sure of winning probably. ക്രിക്കറ്റ് ആണെങ്കിൽ എന്താണ് ഞങ്ങൾ തന്നെ ജയിച്ചേനെ അല്ലേ. വി ലാഫ്ഡ് അറ്റ് ദാറ്റ് ആൻഡ് ടുഗെദർ വി വാച്ച്ഡ് ദ ഗെയിം. ഇത് ഒറിജിനൽ പിക്ചറാണ്, നോക്കാം. സാഡ് ടു സേ കോണി ഫിറ്റ്സ് വോൺ. ഈ കാര്യം പറയുന്നതിൽ എനിക്ക് എന്തുണ്ട്, ഒത്തിരി വിഷമമുണ്ട്. ആരാ ജയിച്ചത്, ഫ്രിറ്റ്സ് ആണ് ജയിച്ചത്, ജർമ്മൻകാരാണ് ജയിച്ചത്. 2 goals to 1. എന്താണ് 2-1. എന്തായിരുന്നു ഗോൾ നില, 2-1 അല്ലേ. എന്താണ് ഇതാണ് ഗോൾ നില. ബട്ട് ആസ് ഹാൻസ് വുൾഫ് സെഡ്, ഹാൻസ് വുൾഫ് എന്താണ് അദ്ദേഹം പൊതുവായി പറഞ്ഞതുപോലെ, അദ്ദേഹം കോമൺ ആയി പറഞ്ഞതുപോലെ, അവർ ഗോൾസ് വാസ് വൈഡർ ദാൻ ദേർ, സോ ഇറ്റ് വാസ് ഇൻ ക്വൈറ്റ് ഫെയർ. എന്താണ് ഞങ്ങളുടെ ഗോളായിരുന്നു എന്ത് ഏറ്റവും കൂടുതൽ വിശാല വലിയ എന്താണ് ഒരു മാസ്മരികമായ മെസ്സിയെ പോലെ റെക്കോർഡ് ഇട്ട ഗോളിലെ എംബാപ്പയെ പോലെ ഹിസ്റ്റോറിക്കൽ ഗോൾ അടിച്ചതായിരുന്നു ഞങ്ങളായിരുന്നു. The time came and all too soon when the game was finished. The schnapps and the rum and the sausage had long since run out and we knew it was all over. ആ ഒരു ഗെയിം കഴിഞ്ഞതോടു കൂടി എന്താണ് ഭക്ഷണം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു അല്ലേ, ഡിന്നറൊക്കെ കഴിഞ്ഞു, ആൻഡ് എവറിത്തിങ് വാസ് ഓവർ. അപ്പോൾ ആ ഒരു ദിവസം എന്താണ് ദിസ് സെലിബ്രേറ്റഡ്, അവർ ആഘോഷിച്ചു അല്ലേ. പക്ഷെ എന്താണ് അതോടുകൂടി ആ രാത്രി കഴിഞ്ഞതോടുകൂടി എന്താ കംപ്ലീറ്റ് ഇറ്റ് വാസ് ഓവർ അല്ലേ, അതങ്ങ് കഴിഞ്ഞ്. I wished Hans well and told him I hoped he would see his family again soon, that the fighting would end and we could all go home. I wished Hans well and told him. ഞാൻ ഹാൻസിന് എന്താണ് വിഷ് ചെയ്തു. ഇറ്റ് വാസ് എ ടൈം ഓഫ് സെപ്പറേഷൻ. ഞങ്ങളങ്ങനെ എന്താണ് സെപ്പറേറ്റ് ആകുന്ന സമയമാണ്, ഞങ്ങളെന്താ പിരിഞ്ഞു പോകുന്ന സമയമാണ് അല്ലേ. ആ പിരിഞ്ഞു പോകുന്ന സമയത്ത് എന്താണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ എന്താ, ഐ ഹോപ്പ് വി വുഡ് സീ ഹിസ് ഫാമിലി അഗെയിൻ സൂൺ. നമ്മളൊക്കെ എന്താണ് നിങ്ങളുടെ കുടുംബം ഫാമിലി എത്രയും വേഗം എന്ത് ചെയ്യട്ടെ, നിങ്ങൾ കാണട്ടെ. ദാറ്റ് ദ ഫൈറ്റിംഗ് വുഡ് എൻഡ് ആൻഡ് വി കുഡ് ഓൾ ഗോ ഹോം. നമുക്ക് എല്ലാവർക്കും എന്താണ് എത്രയും പെട്ടെന്ന് എന്താണ് നമ്മുടെ വീട്ടിലെത്താൻ പറ്റട്ടെ. അദ്ദേഹത്തെ എന്ത് ചെയ്തു, ഞാൻ അത് പറഞ്ഞ് എന്ത് ചെയ്തു, ഞാൻ വിഷ് ചെയ്തു. ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് എവറി സോൾജർ വാണ്ട്സ് ഓൺ ബോത്ത് സൈഡ്സ്. ഹാൻസ് വുൾഫ് സെഡ്, ടേക്ക് കെയർ ജിം മാക്പേഴ്സൺ. ഐ ഷാൽ നെവർ ഫർഗെറ്റ് ദിസ് മൊമെന്റ് നോ യു. He saluted and walked away from me slowly. Unwillingly, I fell. He turned away just once and then became one of the hundreds of grey-coated men drifting back towards their trenches. അങ്ങനെ എന്താണ് എല്ലാവരും തിരിച്ചു നടക്കാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു, തിരിച്ചു നടന്നു. എനിക്ക് തോന്നി അൺവില്ലിംഗ്ലി ഇദ്ദേഹത്തിന് എന്തില്ല തിരിച്ചു പോകണം എന്നില്ല. പക്ഷെ എന്താണ് ഇദ്ദേഹം എന്താണ് ഹി ടേൺഡ് ഹിസ് ബാക്ക് ആൻഡ് ഹി ലെഫ്റ്റ്. അദ്ദേഹം തിരിഞ്ഞു നടന്നു. ആൻഡ് എന്താണ് ആ നടക്കുന്ന ജർമ്മൻ പട്ടാളക്കാരിൽ ഒരാളായിട്ട് ആരും മാറി, ഹാൻസ് വുൾഫും മാറി. That night, back in our trenches,
that back in our diggets, we heard them singing a carol and singing it quite beautifully. It was still a Nash, silent night. Our boys gave them a rousing chorus of while shepherds watched. We exchanged carols for a while and then we all fell silent. We had our time of peace and goodwill, a time I will treasure as long as I live. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ ക്രിസ്മസ് എന്ത് പാടാൻ തുടങ്ങി? ക്രിസ്മസ് കാരോൾ അവർ പാടാൻ തുടങ്ങി. അതിന് റിട്ടേൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു? നമ്മൾ നമ്മുടെ ക്രിസ്മസ് കാരോൾ എന്ത് ചെയ്തു? നമ്മളും പാടി. സോ അതും എന്ത് ചെയ്തു? കുറച്ച് നേരം ഇങ്ങനെ അവരും ഞങ്ങളും എന്ത് ചെയ്ത്? അവരും പാടുന്നുണ്ട്, ഞങ്ങൾ പാടുന്നുണ്ട്. അതിനെ ഫോളോ ചെയ്തിട്ട് വി എൻജോയ് ദാറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്? അതും എന്ത് ചെയ്ത് കഴിഞ്ഞു. Dearest Connie, by Christmas time next year, this war will be nothing. അപ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട കോണി, അടുത്ത പ്രാവശ്യത്തെ ക്രിസ്മസ് ആകുമ്പോഴേക്ക് എന്താണ്? ഇത് യുദ്ധം എന്താണ്? ഒന്നും ആയിട്ടുണ്ടാവില്ല. ബട്ട് എ ഡിസ്റ്റന്റ് ആൻഡ് ടെറിബിൾ മെമ്മറി, വളരെ വിദൂരമായിട്ടുള്ള, എന്താ പറയുക, നമ്മൾ ഓർമ്മയിലില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത, നമ്മളെ ഭയപ്പെടുത്തുന്ന, നമുക്ക് വെറുപ്പുളവാക്കുന്ന എന്താണ്? ഒരു ഓർമ്മ മാത്രമായിരിക്കും എന്ത്? ഈ ഒരു യുദ്ധം. ഐ നോ ഫ്രം ഓൾ ദാറ്റ് ഹാപ്പൻ ടുഡേ. എനിക്കൊരു കാര്യം പറയാം, ഇന്ന് ഉണ്ടായ ഈ ഒരു സംഭവങ്ങളിലൊക്കെ എന്താണ്? ഹൗ മച്ച് ബോത്ത് ആർമീസ് ലോങ് ഫോർ പീസ്. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. എന്താണ് എല്ലാവർക്കും അല്ലേ, ഈ ഞങ്ങൾ രണ്ട് പേർക്കും, ഈ രണ്ട് ആർമീസിനും എന്താണ്? വി ഓൾ വാണ്ട് ടു ഗോ ടു അവർ ഹോം. ഞങ്ങൾക്ക് എന്ത് വേണം? എല്ലാവർക്കും എന്ത് വേണം? വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി. വി ഓൾ വാണ്ട് പീസ് ബാക്ക്. നമുക്ക് എല്ലാവർക്കും എന്ത് മതി? പീസ് മതി അല്ലേ, സമാധാനം മതി. വി ഷാൽ ബി ടുഗെദർ അഗെയിൻ സൂൺ, ഐ ആം ഷുവർ ഓഫ് ഇറ്റ് അല്ലേ. നമ്മളെല്ലാവരും എന്താവട്ടെ? എല്ലാവരും എന്താണ്? ഒത്തൊരുമിച്ചുണ്ടാകട്ടെ. അതാണ് എന്ത് പറയുന്നത്? ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വിഷ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ കത്തിൻ്റെ കൺക്ലൂഷനായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹം നിർത്തുന്നത് യു ആർ ലവിങ് ജിം. അദ്ദേഹം എന്താണ്? ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം കത്ത് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എന്ത്? നമ്മുടെ ലെറ്റർ. ഇറ്റ് വാസ് എ ലെറ്റർ. മനസ്സിലായോ? ഇവിടെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? നമ്മൾ ഇത്ര നേരം എടുത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? ക്ലിയർ ആണോ സുഹൃത്തുക്കളെ? ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ ഇത് എല്ലാം എടുത്ത് ക്ലിയർ ആണോ എൻ്റെ അമ്പാനെ? നമ്മുടെ വൈറ്റ് ഫ്ലാഗ്. ഓക്കെ, സീ. Okay, അപ്പോൾ ആക്ച്വലി ഐ വാണ്ട് ടു ടെൽ യു വൺ തിങ് ദാറ്റ് വി ഷുഡ് വൈൻഡ് അപ്പ് അവർ ക്ലാസ് ഹിയർ. ഇന്ന് നമ്മൾ പാർട്ട് 1 എന്ത് ചെയ്തു? ഈ ഒരു ഭാഗമാണ് എടുക്കുന്നത്. സോ വി കംപ്ലീറ്റഡ് ദാറ്റ് ലെറ്റർ. നമ്മുടെ റൈറ്റർ ഹി ഗോട്ട് ദ ലെറ്റർ, ഹി ഓപ്പൺ ദ ലെറ്റർ, ഹി റെഡ് ദ ലെറ്റർ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിലാണ് ആഫ്റ്റർ റീഡിങ് ദ ലെറ്റർ, ഈ കത്ത് വായിച്ചതിന് ശേഷം വാട്ട് ഹി ഈസ് ഗോയിങ് ടു ഡു, അദ്ദേഹം എന്താണ് ഈ പറയുന്ന കത്ത് വായിച്ചിട്ട് ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ദ ബെസ്റ്റ് ക്രിസ്മസ് പ്രസന്റ് എന്ന് പറയുന്നത് എന്താണ്? It is a very important chapter for you people. So you must go through the slides. നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഇത് വായിക്കണം. ഈ ചാപ്റ്റർ നല്ലോണം നിങ്ങൾ വായിക്കണം. Be thorough with it. Okay, so be with us. നാളെ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നാളെ നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ആവുക. തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യുക? കാരണം ഇതിൽ ഒത്തിരി ആക്ടിവിറ്റീസ് വരുന്നുണ്ട് അല്ലേ. ഡയറി റൈറ്റിംഗ് വരുന്നുണ്ട്, ലെറ്റർ റൈറ്റിംഗ് വരുന്നുണ്ട്. സോ ദാറ്റ് വീഡിയോ യു വിൽ ബി ഗെറ്റിംഗ് ടുമോറോ. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് അവർ ക്ലാസ് ആൻഡ് thank you so much. So we will be meeting very soon with our next part. Thank you so much.